പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അൻവർ ഷക്കീൽ ഉമർ. നമ്മുടെ ഫാമിലി മീറ്റിനോടനുബന്ധിച്ച് ഒരു ഡയറക്ടറി, അതായത് നമ്മുടെ ഈ കുടുംബത്തിലെ അംഗങ്ങളുടെ ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡയറക്ടറി പ്രിന്റ് ചെയ്യാൻ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് തീരുമാനിക്കുകയും അതിൻ്റെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗൂഗിൾ ഫോം ഉണ്ടാക്കി അത് ഷെയർ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത്ര നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള ഒരു റെസ്പോൺസ് അതിന് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ പല രൂപത്തിലും ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലർക്ക് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള രൂപത്തിൽ പറഞ്ഞതുകൊണ്ട് അത് എത്രമാത്രം സിമ്പിളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാം. ഞാനിവിടെ നേരത്തെ ചെയ്തു വെച്ച ഒരു റെസ്പോൺസ് എഡിറ്റിംഗ് ഫീച്ചറിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇതാണ് നമ്മുടെ ഫോം. നിങ്ങൾ ഫോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് ഫോം വരിക. ഇതിൽ നമ്മൾ ഈ ചുമന്ന സ്റ്റാർ സൂചിപ്പിക്കുന്നത് നിർബന്ധമായിട്ടും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഒരു ഫീൽഡാണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് യുവർ ഫുൾ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണോ പേരെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് എഴുതാം. അടുത്തത് ഫാദേഴ്സ് നെയിം, നിങ്ങളുടെ പിതാവിൻ്റെ പേര് എന്താണോ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടൈറ്റിൽ, അതുപോലെ ഇനീഷ്യൽ, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫുൾ നെയിം കൃത്യമായിട്ട് എല്ലാവരും ടൈപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ പ്രിൻറ്റിങ്ങിൽ അത് വലിയ അരോചകമായിട്ട് തോന്നും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് മദേഴ്സ് നെയിം എന്താണോ അതും അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ഏത് ബ്രാഞ്ചിൽ നിന്നാണ് നമ്മൾ വരുന്നത്, ഓരോരുത്തരും വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ MT മുഹമ്മദ്, അദ്ദേഹത്തിൽ നിന്നാണ് നമ്മളുടെ ഉമ്മ, അതുകൊണ്ട് അത് ഞാൻ ചൂസ് ചെയ്തു. ഇനി 5 സഹോദരിമാരുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ഈ സഹോദരന്മാരിൽ നിന്ന് വരുന്നത് അതാത് സഹോദരിമാരെ ചൂസ് ചെയ്തതിന് ശേഷം വേണം അടുത്ത ഫീൽഡിലേക്ക് നീങ്ങാൻ. ഓക്കെ, ഇനി ലൈനേജ് ആണ്. ലൈനേജിൽ നമ്മൾ MT മുഹമ്മദിൻ്റെ ഉപ്പാൻ്റെ പേര് കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ അത് വീണ്ടും കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് നമ്മൾ ആ പേര് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ആണിൻ്റെ എക്സാമ്പിളും ഒരു സഹോദരിയുടെ എക്സാമ്പിളും. ഇത് കണ്ടില്ലേ, ഉണ്ണിൻകുട്ടി മുസ്ലിയാർ എന്ന് കൊടുത്തു. അത് നമ്മളെ വല്ലിപ്പാൻ്റെ ഒപ്പയാണ്. അത് കഴിഞ്ഞാൽ വല്ലിപ്പാൻ്റെ പേരെഴുതി. അത് കഴിഞ്ഞാൽ പിന്നെ MT മുഹമ്മദിൽ നിന്ന് വരുന്നത് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ MT ഹന്നത്ത് വന്നു. ഈ MT ഹന്നത്തിന് ശേഷം മകനായിട്ടുള്ള ഞാൻ എൻ്റെ പേരെഴുതി. ഇവിടെ നമ്മൾ ഓരോ ഫീൽഡും നമ്മൾ ഒരു ഗ്രേറ്റർ ദാൻ സൈൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലേ അത് വർക്ക് ചെയ്യുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വേണം അത് ചെയ്യാൻ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകാനും കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് അത്രയേ ഉള്ളൂ. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് വരും. അടുത്ത പേജിൽ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കളക്ട് ചെയ്യുന്നത്. അതിൽ ആദ്യം ചോദിക്കുന്നത് ഇയർ ഓഫ് ബർത്ത് ആണ്. ഇയർ ഓഫ് ബർത്ത് എൻ്റെത് 1964 എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബ്ലഡ് ഗ്രൂപ്പാണ്. ബ്ലഡ് ഗ്രൂപ്പൊക്കെ എന്തിനാണ് ചിലപ്പോൾ ചോദിക്കും. അതൊക്കെ ഒരു പക്ഷേ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ അവസരത്തിൽ ആവശ്യമുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളത് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പിന് ശേഷം പിന്നെ ചോദിക്കുന്നത് മാരിറ്റൽ സ്റ്റാറ്റസ് ആണ്. മാരിറ്റൽ സ്റ്റാറ്റസിൽ മാരീഡ്, സിംഗിൾ, ഇങ്ങനെ 2 ഫീൽഡാണുള്ളത്. ഇത് ഏതെങ്കിലും അനുയോജ്യമായിട്ടുള്ളത് സ്വീകരിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, വിധവകൾ ഉണ്ടാവും. അവർക്ക് അതിനനുസരിച്ച് സിംഗിളിനോ മാരീഡിനോ എന്നുള്ളത് അവർ സ്വയം തീരുമാനിച്ചിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അടുത്ത സ്പൗസസ് നെയിം, സ്പൗസിൻ്റെ പേര്. ഇപ്പോൾ എൻ്റെ കേസിൽ 2 സ്പൗസ് ഉള്ളതുകൊണ്ട് 2 പേരുടെയും പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. 3 പേര് അതിങ്ങനെ എഴുതാം. 4 കൂടരുത്. അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഇൻഫർമേഷൻ എങ്ങനെയാണോ ഈ ഡയറക്ടറിയിൽ വരേണ്ടത്, എങ്ങനെ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതേപോലെ വേണം നിങ്ങൾ ടൈപ്പ് ചെയ്യാം. ഓക്കെ, എൻ്റെ കേസിൽ ഞാനത് MBA LLB എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത ഫീൽഡ് പ്രൊഫഷനാണ്. പ്രൊഫഷനും ഇനിയുള്ള ഫീൽഡൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ എങ്ങനെയാണോ ഈ ഡയറക്ടറിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ കൃത്യമായിട്ട് വേണം. ഇത് നമ്മൾ പിന്നീട് എഡിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് അത് നിങ്ങൾ കുത്തും കോമിക്ക വളരെ കറക്റ്റായിട്ട് ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഹോബീസ് കഴിഞ്ഞാൽ നോട്ടബിൾ അച്ചീവ്മെൻറ്റ്സ്, അതൊക്കെ അങ്ങനെ തന്നെ നമ്മൾ കൃത്യമായിട്ട് എന്താണോ ഇതിൽ പ്രിന്റ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ വേണം നമ്മൾ ടൈപ്പ് ചെയ്യാനർത്ഥം. അത് കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 2 ഫീൽഡാണ്. ഒന്ന് റെസിഡന്റ് ഓഫ് ഇന്ത്യ, ഒന്ന് പ്രവാസി. റെസിഡന്റ് ഓഫ് ഇന്ത്യയാണ് എൻ്റെ കേസിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. പ്രവാസികളായിട്ടുള്ള ആളുകൾ പ്രവാസി എന്നുള്ളത് ചൂസ് ചെയ്യുക. എന്നിട്ട് അവരുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് കൊടുക്കുക. ഇവിടെ അഡ്രസ് ഫീൽഡ് നിങ്ങൾ ഏതാണ് നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് അതാണ് കൊടുക്കേണ്ടത് ആസ് ഓഫ് ടുഡേ. ഓക്കെ, അതിനുശേഷം കോൺടാക്ട് നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. കോൺടാക്ട് നമ്പർ ഏതാണോ അത് വേണം നിങ്ങൾ എഴുതാൻ. കോൺടാക്ട് നമ്പർ എഴുതി കഴിഞ്ഞാൽ പിന്നെ വാട്സപ്പ് നമ്പറാണ്. വാട്സപ്പ് നമ്പർ ഏതാണോ അത് വേണം എഴുതാൻ. അടുത്ത ചോദ്യം, ഡു യു ഹാവ് ചിൽഡ്രൻ, യെസ് ഓർ നോ. അപ്പം കുട്ടികളുള്ളവർ യെസ് എന്നും അല്ലാത്തവർ നോ എന്നും സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ നെക്സ്റ്റ് ജനറേഷൻ, അതായത് ഡീറ്റെയിൽസ് ഓഫ് ചിൽഡ്രൻ ആണ് കളക്ട് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിലും ഒരു ചെറിയ കറക്ഷൻ പിന്നീട് വന്നിട്ടുണ്ട്. ആദ്യം നമ്പർ, ദെൻ പേര്, പിന്നെ മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ള ജെൻഡർ എഴുതുക, പിന്നെ വയസ്സ് എഴുതുക, പിന്നെ ജോലി അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് എന്ന് എഴുതുക. അപ്പോൾ എൻ്റെ കേസിൽ 6 കുട്ടികളാണുള്ളത്. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും പേര്, അവരുടെ ജെൻഡർ, അവരുടെ വയസ്സ്, അവരുടെ ജോലി, പ്രൊഫഷൻ അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് എന്നുള്ളത് ഇതേപോലെ നമ്മൾ എഴുതിയതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റ കംപ്ലീറ്റ് സബ്മിഷൻ കഴിഞ്ഞു. പിന്നീട് നിങ്ങൾക്ക് കറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ഈ എഡിറ്റ് യുവർ റെസ്പോൺസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോന്നും കൃത്യമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതുപോലെ അത് കറക്റ്റ് ചെയ്യേണ്ടവർ കറക്റ്റ് ചെയ്യാൻ അതിനുള്ള സൗകര്യം കൂടിയുണ്ട്. ഓക്കെ,
ഓരോ സമയത്തും ഓരോ പേജ് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതോടുകൂടി അടുത്ത പേജിലേക്ക് വരും. എല്ലാം കറക്റ്റ് ആയതിനു ശേഷം വീണ്ടും സബ്മിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്.